സൗർമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ വഴിയരികില് എപ്പോഴും കാണുന്ന ഒരു ദൈനംദിന കാഴ്ചയാണ്. സമയമായി കഴിഞ്ഞാൽ ഏത് വഴിയിലാണെങ്കിലും, എത്ര പ്രയാസമുള്ള ട്രിപ്പിലാണെങ്കിലും, ഏത് എടങ്ങേറ് സമയത്താണെങ്കിലും പാകിസ്ഥാനി സഹോദരന്മാർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ വാച്ചിൽ ബാങ്കിന്റെ സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഏതെങ്കിലും സേഫ് സോണിൽ പാർക്ക് ചെയ്ത് അവരെന്തുണ്ടാവും, ഒരു പ്രയർ പ്ലേസ് ഉണ്ടാക്കി മുസല്ലിട്ട് അവിടെ എന്താക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് റാഹത്തായിട്ട് നിസ്കരിക്കുന്നുണ്ടാവും. ഒരാളെ നിസ്കരിക്കാനായിട്ട് അവിടെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം അണിയായിട്ട് അടുത്ത ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഞാനൊന്ന് റുവൈസ് പോയിട്ട് തിരിച്ചു വരായിരുന്നു ജോലി ആവശ്യാർത്ഥം. ഞാൻ ജോലി ആവശ്യാർത്ഥം പോയി തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ എന്താ പറയാ, നല്ല ക്ഷീണമുണ്ട്. വണ്ടി നിർത്തി കുറച്ച് ബ്രേക്ക് എടുത്ത് പോകാമെന്ന് കരുതിയിട്ട് ഞാൻ നിർത്തിയതാണ്. നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഒരുപാട് സഹോദരന്മാർ അവിടെ നിസ്കരിക്കുന്നു. ഞാനും വോതെടുക്കാൻ വെള്ളമില്ല. ഒരു സഹോദരനോട് ചോദിച്ച് കുറച്ച് വെള്ളം തരുമെന്ന് ചോദിച്ചു. അൽഹംദുലില്ലാഹ് ആ സഹോദരന്, പാകിസ്ഥാനി സഹോദരനാണ്, മൂപ്പരെ കയ്യിൽ കുടിക്കാൻ എടുത്ത് വെച്ചിരുന്ന വെള്ളം എനിക്ക് തന്നു. വധു എടുത്തു. അൽഹംദുലില്ലാഹ് പോയിട്ട് നിസ്കരിച്ചു. യാത്രയിലിടയിൽ ഉണ്ടാവുന്ന നമ്മളെ ക്ഷീണവും ആ ഒരു പ്രയാസങ്ങളും ആ ഇടങ്ങേറുകളൊക്കെ കൊണ്ട് മാറി അൽഹംദുലില്ലാഹ് യാത്ര വീണ്ടും ഒരു റീസ്റ്റാർട്ട് ചെയ്യണ സമയത്തുണ്ടാവുന്ന ഒരു വൈബ് ഉണ്ടല്ലോ. അതോടൊപ്പം സമയമാവുന്ന സമയത്ത് വളരെ കൃത്യതയോട് കൂടിയിട്ട് നിസ്കരിക്കാൻ അവർ കാണിക്കുന്ന ആ ഒരു ചടുലത ഉണ്ടല്ലോ. അവർ നിസ്കരിക്കാതിരിക്കുന്ന സമയത്ത് അവർക്ക് ഉള്ളിലുണ്ടാവുന്ന ഒരു വീർപ്പുമുട്ടലും ഒരു പ്രയാസവും ഒരു വല്ലാത്ത അങ്കലാപ്പൊക്കെ നമ്മളെപ്പോഴും അത് കണ്ട് ഫോളോ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ വിചാരിക്കും ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലെത്തിയിട്ട് നമ്മൾ നിസ്കരിക്കാം, എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് കുളിച്ച് ഫ്രഷ് ആയി നിസ്കരിക്കാം. സത്യത്തിൽ അത് അങ്ങനല്ല. സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചിട്ടാണെങ്കിലും നമ്മൾ എന്താക്കുക, നിസ്കാരത്തിന് മുൻഗണന കൊടുത്ത് സത്യത്തിൽ എന്താക്കണം, ഈ ആളുകളൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ അതിനെ ശരിക്കും പിൻപറ്റുന്നെ വേണം. നമുക്കറിയാം അള്ളാഹു ഖുർആൻ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും സലാത്തിഹിം സാഹൂൻ. നിങ്ങൾ ഇത്തരത്തിൽ നിസ്കരിക്കുന്ന ആളുകൾക്കാണ് എന്താക്കുന്നത് അള്ളാഹു ഇടങ്ങേറിനെ കുറിച്ച് പറഞ്ഞത്. അതായത് എല്ലാ പണിയും കഴിഞ്ഞ് ഫ്രീ ആയി റൂമിലെത്തി കുളിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് എന്താ പറയുക, സമയം ഉണ്ടെങ്കിൽ നിസ്കരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കാട്ടിക്കൂട്ടലായിട്ടുള്ള ഒരു നിസ്കാരം, ഒരു കാട്ടിക്കൂട്ടലായിട്ടുള്ള നിസ്കാരത്തെ കുറിച്ചിട്ടുള്ള സംഗതികളുണ്ടല്ലോ. ശരിക്കും എന്താ പറയുക, നമ്മള് ഇത്തരം കാര്യങ്ങൾ, അതായത് നമ്മുടെ വഴിയുടെ നമ്മൾ കാണുന്ന ഇത്തരം സൽക്കർമ്മങ്ങൾ നമ്മൾ എന്താക്കണം, ജീവിതത്തിലൂടെ നമ്മൾ എന്താക്കണം, കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ എന്താ പറയുക, നിസാരമായിട്ട് തള്ളിക്കളയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അള്ളാഹു ആഫിയത്തുള്ള സമയത്ത് നമ്മൾ എന്താക്കൂല, നമ്മൾ ഇല്ലാതാവുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കൂല. നാളെ നമ്മൾ കെടുപ്പിലാവുന്ന സമയത്ത്, നമ്മൾ എന്താ പറയുക, ഒരു 60 വയസ്സാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 50 വയസ്സാവുന്ന സമയത്ത്, കെടുപ്പിലാവുന്ന സമയത്താണ് നമ്മൾ എന്താക്കുക ആഗ്രഹിക്കുക, റഹ്മാനെ എനിക്ക് എല്ലാ ആളുകളും ചെയ്യുന്നത് പോലെ വളരെ റാഹത്തോട് കൂടിയിട്ട് അള്ളാഹ് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുക. പക്ഷെ ആ സമയത്ത് നമ്മുടെ സമയം എന്തായി ഉണ്ടാവും, അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ റബ്ബിനോട് എന്താക്കുക, സദാ അടുത്തുകൊണ്ടേ ഇരിക്കുക. ഇൻഷാ അള്ളാഹ് നമ്മളുടെ സമയം അതുപോലെ തന്നെ എന്താ പറയുക ചുരുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് സമയം ഏറ്റവും വിലപ്പെട്ടതാണ്. നമുക്ക് സമയം എന്നുള്ളത് വളരെ 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 വിലപ്പെട്ടതാണ്. ഇൻഷാ അള്ളാഹ് ഓരോ സമയവും നമ്മൾ എന്താക്കുക, അള്ളാഹുവിലോട്ട് അടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഇൻഷാ അള്ളാഹ്. സലാം.